അമ്മേ മുഖമൊന്ന് ചുളിക്കാൻ വിളിച്ചു. നല്ല കൂട്ടരാ വൈശൂട്ടി. നിന്റെ ഇഷ്ടം പോലെ ആള് മാഷുവാണ്. അച്ഛൻ അറിയാവുന്ന ആൾക്കാരാ. പിന്നെ ഒന്നും പറയാതെ മുറിയിലേക്ക് നടന്നു. നനഞ്ഞ സാരി മാറ്റി കുളിക്കാൻ കയറി. പിങ്ക് കളറുള്ള ചുരിദാറിട്ട് അണിഞ്ഞൊരുങ്ങിറപ്പോഴേക്കും അമ്മ ചായപാത്രമായി വന്നിരുന്നു. അതും പിടിച്ച് ഹാളിലേക്ക് നടന്നു. ആരുടെയോ ചിരിയും സംസാരവും കേൾക്കുന്നു. നെഞ്ചിലെന്തോന്ന് കൊളുത്തി വലിച്ചു. അച്ഛന് കൂടെ 5 പേരുണ്ട്. ചെക്കൻ്റെ അമ്മയും അച്ഛനും അമ്മായും പിന്നെ അമ്മാവനും ചെക്കൻ്റെ അനിയത്തുമാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു തന്നു. ഞാൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. മോനെന്തോ തിരക്കായി പെട്ടെന്ന് പോവേണ്ടി വന്നു. ഇപ്പൊ എത്തും കേട്ടോ. ചെക്കൻ്റെ അമ്മയാണ്. പറഞ്ഞിരുന്നപ്പോഴേക്ക് അകത്തേക്ക് ഒരാൾ കയറി വന്നു. ആ മുഖം കണ്ട് ഞെട്ടി നിൽക്കുവാണ് ഞാൻ. എന്നാൽ ആ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. ആ എത്തിയല്ലോ മോള്, ഇതാണ് കേട്ടോ ആള്, കിഷോർ, അതാ പേര്. സംസാരിക്കണം ചോദിച്ചപ്പോൾ ആള് വേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കണം. അല്ല പിന്നെ, ഞാൻ പിറുവിറുത്തു. അച്ഛൻ മോൾക്ക് സംസാരിക്കണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ മോഹമുണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ഒരാഴ്ച കൊണ്ട് ജാതക നോക്കലും കല്യാണവും കഴിഞ്ഞു. താലി കെട്ടുമ്പോൾ ആൾ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് എന്തിനാവെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ മാസമൊന്ന് കഴിഞ്ഞു. ഇപ്പോഴും ഞാനത് ചോദിക്കുമ്പോൾ ചിരിക്കും. പിന്നെ ഞാനൊന്നും മിണ്ടാതെ പിണങ്ങിയിരിക്കും. അങ്ങനെ പിണങ്ങിപ്പോയതായിരുന്നു 2 ദിവസം മുന്നേ. ഓർമ്മകളിൽ തിരിച്ചു വന്നപ്പോഴേക്കും വീട്ടിലെത്തിയിരുന്നു. അല്ലി കൊച്ചു നനഞ്ഞു വരുന്ന എന്നെ കണ്ട് അന്തിച്ച് നിൽപ്പുണ്ട്. എൻ്റെ ചേച്ചി, കൈയുള്ള കുടയും നിവർത്ത് എത്രയ്ക്കും മടിയാണോ? അല്ലി കൊച്ചു എന്നെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ട്. മഴ കൊള്ളാനൊരു പൂതി, അതാ. ഞാൻ അവളെ നോക്കി കണ്ണിറുക്കി. അങ്ങോട്ട് ചെല്ലും, ഏട്ടനെത്തിയിട്ടുണ്ട്. ഹോ, സന്ധി ചേച്ചിയുടെ കിഷോറേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. അല്ലിയെ നോക്കി ചിരിച്ചുകൊണ്ട് മെല്ലെ പെരുവൃത്ത് മുറിയിലേക്ക് കയറി. പുള്ളിക്കാരിയായിട്ടുള്ള എന്തോ പരിപാടിയിലാണ്. ഞാൻ ഡോറടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്നത് അറിഞ്ഞത്. ലാപ്പ് അവിടെ വെച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ നിന്നു. ഞാൻ ദേഷ്യത്തോടെ കിച്ചേട്ടനെ നോക്കി ടവലെടുത്ത് കുളിക്കാൻ കയറി. സന്ധ്യയുടെ വാനല്ലേ? ചുണ്ടുകൂർപ്പിച്ച് പറയുമ്പോൾ ആ പെണ്ണിനുള്ളിൽ പരിഭവം നിറഞ്ഞിരുന്നു. മഴ തന്നെയുള്ള വരവാണ് കൃഷ്ണ. ഇനി ആ പൊട്ടിപ്പെണ്ണിന്റെ ദേഷ്യക്ക് എപ്പോഴാ പോവാ? 2 മാസങ്ങൾക്ക് മുമ്പേ അച്ഛനൊരു ഫോട്ടോയായി വന്ന ഓർമ്മ വന്നു. ചുവന്ന ചുരിദാറിൽ മുടിയൊക്കെ വിടർത്തിയിട്ടൊരു കൊച്ചു സുന്ദരി. ഉണ്ട കണ്ണുകൾ, ചുവപ്പ് മാഞ്ഞ വരണ്ട ചുണ്ടുകൾ, അതിന് ഇളം റോസ് നിറമായിരുന്നു. എന്നെ പോലെ അവൾക്കുണ്ടൊരു നുണക്കുഴി. അന്ന് ആ മഴയിൽ കുളിച്ച് മുന്നിലേക്ക് ചാടിയ പെണ്ണ്. ആ മഴ പോലെ അവൾ മുന്നിലെ ഹൃദയത്തിലേക്ക് ചേർന്നിരുന്നു. കുളി കഴിഞ്ഞ് വൈശു ഇറങ്ങി വന്നു. മുടിയിൽ കെട്ടിയ തോർത്ത് അഴിച്ചു മാറ്റുമ്പോൾ 2 കൈകൾ പുറകിൽ നിന്ന് അവൾ വരിഞ്ഞു മുറുക്കി. വിട്ട് തന്നെ. കുതിരി മാറാൻ ശ്രമിക്കുന്നവളുടെ തോളിൽ താടി ഊന്നി അവൻ ഒന്നുകൂടെ അവളിലെ പിടിമുറുക്കി. ദേഷ്യമാണോ എൻ്റെ വൈശൂട്ടിക്ക്? ആ ഒരു വിളിയിൽ തന്നെ ആ പെണ്ണിന്റെ പരിഭവം തീർന്നിരുന്നു. 1 മാസം കഴിഞ്ഞിട്ടുള്ള ഇയാളെ കണ്ടിട്ട് അന്ന് മുതൽ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് ചെക്കൻ. കിച്ചേട്ടൻ മാറി ആ സന്ധ്യയുടെ അടുത്ത് പോയിക്കോ. അതിന് ഞാൻ സന്ധ്യയിലല്ലോ കിട്ടിയത്, എൻ്റെ കുഞ്ഞിനല്ലേ കിട്ടിയത്. അത് കേട്ടപ്പോൾ ചിരി വന്നു. അടക്കി പിടിച്ച ചിരിയപ്പോഴോ പൊട്ടിച്ചിരിയായി മാറി. ആ നെഞ്ചിലേക്ക് പതുങ്ങിപ്പോയി ഞാൻ പഠിക്കാത്ത കൊച്ചല്ലേ, എന്നെ ഇഷ്ടമല്ലല്ലോ കിച്ചേട്ടന്. പഠിക്കാത്ത കൊച്ചു തന്നെയാ. ഞാൻ എന്നീർത്താ നിന്നെ PhD ക്ലാസ്സിന്. എത്ര തവണ എക്സാം എഴുതി, കിട്ടിയോ? ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് എൻ്റെ വൈശൂട്ടി ഒത്തിരി ഇഷ്ടമാണ്. ആ മഴപ്പെണ്ണിനെ തിരിച്ചു നിർത്തി അവൻ ആ കവിളിൽ പ്രണയത്തോടെ ചുംബിച്ചു. കിച്ചേട്ടാ. എന്താ പെണ്ണെ? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുന്നത് എന്നും ചോദിക്കുന്ന ചോദ്യം. കീച്ചു ചിരിച്ചു. കിച്ചുവിട്ട് വെറുതെ ചിരിക്കല്ലേ കേട്ടോ, കാര്യം പറ. കുറേ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ആ പെണ്ണിന്റെ മുഖം വീർത്തു. കീച്ചു അവളുടെ വീർത്ത കവിലൊന്ന് കുത്തിവിട്ടു. 1 മാസം മുന്നേ അച്ഛൻ എനിക്കൊരു കല്യാണാലോചനയായിട്ട് വന്നു. ആ കൊച്ചിനെ നേരിട്ട് കാണാൻ ഞാൻ ഇറങ്ങി. വീട്ടുകാരൊന്നും അറിയിക്കാതെ ഒറ്റയ്ക്ക് പോയി, ദൂരെ നിന്ന് കാണാൻ. അന്നൊരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. കീച്ചു പറഞ്ഞു തുടങ്ങിയപ്പോൾ വൈശുവിൻ്റെ ഉള്ളിലൊരു വെപ്രാളം. എനിക്ക് മുന്നേ വേറെ പെണ്ണോ? എന്നിട്ട് കിച്ചുട്ട് ആ കൊച്ചിനെ കണ്ടോ? കണ്ടു. എന്നിട്ട് ആ കൊച്ചിനെ ഇഷ്ടമായോ? കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. വൈശുവിൻ്റെ ഉള്ളിൽ നൊമ്പരം പിടിവിട്ടു. മഴയൊക്കെ കൊണ്ട് ആ കൊച്ചൊരു വീട്ടിലെ മതിൽ കയറിയെന്ന് ആരും കാണാതെ ചാമ്പൊക്കെ പറിച്ച് താഴെ നിൽക്കുന്നവൾക്ക് എറിഞ്ഞൊടുക്കുകയായിരുന്നു. സാരിയൊക്കെ പൊക്കി ആ മതിൽ കയറുന്ന കാഴ്ച, എൻ്റെ ദേവി, ഞാൻ ചിരിച്ചൊരു വഴിക്കായിരുന്നു. വൈശു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞിരുന്നു. കൈകൾ അവിടെ അരയിൽ മുറുകിയിരുന്നു. തോളിൽ അമർന്ന അവൻ്റെ ചുണ്ടുകൾ അവിടെ മുദ്ര പതിപ്പിച്ചു. കിച്ചോട്ട് എന്നെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നോ? ആ പെണ്ണിന്റെ മുഖത്ത് നാണം കലർന്നു. ഇഷ്ടമായ പെണ്ണെ? വീണ്ടും അവന് ഇഷ്ടമാണെന്ന് പറയുന്ന കേൾക്കാൻ ആ പെണ്ണ് കുറുമ്പ് കാട്ടി. ഒത്തിരി ഒത്തിരി ഇഷ്ടമായി ഈ മഴപ്പെണ്ണിനെ. നിനക്ക് മഴ ഇത്രയും പ്രാന്താണോ പെണ്ണെ? അവളുടെ കാതോട് ചുണ്ടുകൾ അടുപ്പിച്ച് അവൻ ചോദിച്ചു. അവൾക്കുള്ളിലൊരു വിറയൽ കടന്നുപോയി. കിച്ചേട്ടന് പുസ്തകങ്ങളോടുള്ള അതേ പ്രണയം, അതാണ് എനിക്ക് മഴയോടും. അവൻ്റെ കവിളിൽ കൈ ചേർത്ത് അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി മൊഴിഞ്ഞു. ഭൂമിയെ കുളിരണിയിപ്പിക്കാൻ ആദ്യം മഴത്തുള്ളി മണ്ണിൽ പതിഞ്ഞു. തുറന്നിട്ട ജനലിലൂടെ വീശിയ നേർത്ത കാറ്റിൽ മേശയിലിരുന്ന പുസ്തകത്തിലെ താളുകൾ ഓരോന്നായി മറിഞ്ഞു.
അതിൽ നന്ദിതയുടെ പ്രണയവരികൾ തെളിമയോടെ നിന്നു. പിന്നെ നീ മഴയാവുക, ഞാൻ കാറ്റാവാം. നീ മാനവും ഞാൻ ഭൂമിയുമാവാം. എൻ്റെ കാറ്റ് നിന്നിൽ അലിയുമ്പോൾ നിന്റെ മഴ എന്നിലേക്ക് പെയ്തിറങ്ങട്ടെ. കാട് പോകുമ്പോൾ നമുക്ക് കടൽ കാറ്റിൻ്റെ ഇരമ്പലിനായി കാതോർക്കാം. പിറ്റേ ദിവസം കോളേജിൽ നിന്ന് വലിയ വാർത്തയുമായിട്ടാണ് കോളേജ് ഗ്രൂപ്പിലെ ആ വലിയ വാർത്ത പരക്കെ പരന്നു. വൈഷ്ണവി IAS അഭിനന്ദനങ്ങൾ. രാവിലെ തന്നെ ഫോണിലൂടെ അറിഞ്ഞ വാർത്ത സത്യമാണെന്ന് അറിയാനുള്ള ഓട്ടത്തിലാണ് കിഷോർ. വൈശുവിനെയാണെങ്കിൽ ഇവിടെ വന്നിട്ടൊന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല. ഉച്ചക്ക് അച്ഛൻ്റെ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടാണ് ധൃതിയിൽ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്ന്. വൈശുവിനെ അനുമോദിക്കുന്ന ചടങ്ങാണ്. പെണ്ണിനെ ഒന്ന് കണ്ടാൽ മതി എന്നായി. അങ്ങോട്ട് ചെന്ന് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ കണ്ടു തൻ്റെ മഴപ്പെണ്ണിനെ. സത്യമാണ്, എല്ലാം സത്യമാണ്. എന്നോടൊന്നും പറഞ്ഞില്ല പെണ്ണ്. ആ ചെക്കിനുള്ളിൽ പരിഭവം നിറഞ്ഞു. കിഷോർ പതിയെ സ്റ്റേജിലേക്ക് നടന്നു ചെന്നു. അവൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത കസേരയിൽ ഞാൻ ഇടം പിടിച്ച് കൈകളെടുത്ത് ആ കൈക്ക് മുകളിൽ വെച്ചു. പെണ്ണ് ചിരിക്കുന്നു. വെൽക്കം വൈഷ്ണവി കിഷോർ. രാമൻ സാർ മൈക്കിലൂടെ അവിടെ പേര് വിളിച്ചു. കിച്ചുവിനെ നോക്കി പിന്നെ അങ്ങോട്ട് നടന്നു. കിഷോർ എന്ന പേരിൽ ഞെട്ടി നോക്കിയാണ് എല്ലാവരും. നീതുവിനല്ലാതെ മറ്റാർക്കും ആ സത്യം അറിഞ്ഞിരുന്നില്ലല്ലോ. അനുമോദന ചടങ്ങിന് ശേഷം ഓരോരുത്തരായി വൈശുവിനെ വന്ന അഭിനന്ദനങ്ങൾ അറിയിച്ചു. എന്നാലും ആ സന്ധ്യ മിസ്സിന്റെ മുഖം ഒന്ന് കാണേണ്ടി തന്നെ ആയിരുന്നു. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ നീതു പറയുന്ന കേട്ട് എനിക്കും ചിരി വന്നു പോയി. കീച്ചേട്ടൻ മാറി നിന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഷോൾഡർ പൊക്കി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അവൻ കൈ പൊക്കി സൂപ്പർ എന്ന് കാണിച്ചു. അവൻ്റെ മഴപ്പെണ്ണിനെ മതിവരാതെ അവൻ നോക്കി നിന്നു. തന്നോടൊന്നും പറയാതെയാണ് പെണ്ണ് ഇത്രയെല്ലാം ചെയ്തു വച്ചിരിക്കുന്നു. ചെറിയൊരു പരിഭവം നിറഞ്ഞെങ്കിലും അവളുടെ ഒരു ചിരി അതെല്ലാം അലിഞ്ഞില്ലാതെയായിരുന്നു. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനെ ഞാൻ അവൾ നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു. കിച്ചുവിന് കുറ്റബോധം തോന്നി. പിന്നെ തൻ്റെ ഭാര്യയെക്കുറിച്ച് അഭിമാനം. അല്ലെങ്കിലും അവളൊരു പുസ്തകമാണ്. എന്നെല്ലാമോ ഒളിഞ്ഞിരിക്കുന്ന മഴ പോലൊരു പുസ്തകം. അവൻ വീണ്ടും അവളുടെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞു. മതിയാവാത്തതുപോലെ. ആ നോട്ടം താങ്ങാനാവാതെ അവളുടെ മിഴികൾ നാണം കൊണ്ട് പൂത്തുലഞ്ഞു.